ഇന്നത്തെ നമ്മളുടെ വീഡിയോ കണ്ണൂരിൽ നിന്നാണ് കേട്ടോ. കണ്ണൂർ പയങ്ങാടിയിൽ നിന്ന് 6 കിലോമീറ്റർ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള 2 സ്പോട്ടുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കണ്ണൂർ പയങ്ങാടി വരികയാണെങ്കിൽ ഈ 2 സ്ഥലം കാണാതെ നിങ്ങൾ പോകരുത് കേട്ടോ. കണ്ണൂർ പെറ്റ് സ്റ്റേഷനിൽ വരുന്ന ഓരോ എന്താ പറയുക ആസ്വദിക്കാൻ വരുന്നവരെയും വളരെ സന്തോഷത്തോടു കൂടി യാത്ര അയക്കുന്ന ജാബിർക്ക് യാത്ര അയക്കുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. പക്ഷേ നമ്മളുടെ വീഡിയോൻ്റെ തുടക്കമാണ് ഇട്ടത്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് കണ്ണൂർ പെറ്റ് സ്റ്റേഷനിലാണ്. ജാബിർ ഖാൻ്റെ പെറ്റ് സ്റ്റേഷനിലുള്ള ഓരോ അതിഥികളെയും നേരിട്ട് കാണാനും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുമാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നല്ല തിരക്കാണ്, ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ഒഴിവാക്കിയിട്ട് വരുന്നത് വീഡിയോ എടുക്കാൻ, പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ വരുന്ന ആളുകൾ ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ, അതും ഫോറിനോട് രാവിലെ വരാൻ നോക്കിയത്. രാവിലെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഓരോ പെറ്റിനെയും നമ്മളുടെ കയ്യിലെടുത്ത് വിശദമായിട്ട് അതിൻ്റെ ഓരോ വിവരങ്ങളും വിവരിച്ച് മറ്റുള്ളവർക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഞായറാഴ്ചകളിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല തിരക്കാണ്. ഏതായാലും നമ്മൾ ഈ ഒരു തിരക്കിൽ നിന്നുകൊണ്ട് തന്നെ പെറ്റ് സ്റ്റേഷനിലെ ജാബിർ ഖാൻ്റെ പെറ്റ് സ്റ്റേഷനിലെ എല്ലാ പെറ്റ്സിനെയും നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും സകലം യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പെട്ടെന്ന് സകല യൂട്യൂബ് ചാനലുണ്ട്, പെട്ടെന്ന് സകല യൂട്യൂബ് ചാനലിന് സ്വാഗതമാണോ? എന്താ പറയാനുള്ളത് എൻ്റെ ചാനലിനോട് എല്ലാവിധ എന്താ പറയുക, പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഒന്നും കിട്ടുന്നില്ല. അല്ല, എന്നാലും ചാനൽ കാണുന്ന ആളുകളോട് പെറ്റ് സ്റ്റേഷനെ പറ്റി ഇവിടെ വരുന്ന എനിക്ക് വളരെ പോസിറ്റീവായി കണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞത്, ഗേറ്റിലാണ് മൂപ്പര് നിൽക്കുന്നത്. ഇവിടെ വന്ന് കണ്ടു പോകുന്ന ഓരോരുത്തരോടും എങ്ങനെയുണ്ട്, ഉഷാറല്ലേ, ഒക്കെ കണ്ടില്ലേ, ഫീഡ് ചെയ്തില്ല, എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്നൊക്കെ. ഇങ്ങനെ ഒരു പാർക്കിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാര്യം പറയാം, കല്യാണത്തിനായിട്ട് വന്നത്. ഞാൻ വിചാരിച്ചു ഞാൻ കല്യാണത്തിനായിട്ട് വന്നതാണോ എന്ന്. കാരണം അങ്ങനെയാണ് ഓരോരുത്തരെയും മൂപ്പര് കൈകാര്യം ചെയ്യുന്നത്. എന്താ പ്രത്യേകിച്ച് എന്താണ് ഇങ്ങനെയൊക്കെ അതിനോടുള്ളൊരു ക്രൈസ് തന്നെയാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. നമ്മളൊരു ഒന്ന് ചാനൽ കണ്ടിട്ട് വരുന്നവരാണ്, പിന്നെ ഇതിനോടൊരു താല്പര്യത്തിൽ വരുന്നതല്ലേ. അപ്പോൾ അവർക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും, നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ അവരെ നേരിട്ട് കണ്ടിട്ട് ശരിക്കും അതിഥികളെ തന്നെ അല്ലേ, അല്ലെങ്കിൽ കുടുംബക്കാരെ തന്നെയാണ് ഓരോരാളും നമ്മൾ അതിഥികളാണ്. ഇവരൊക്കെ ഇല്ലെങ്കിൽ നമ്മളുണ്ടാ ഇല്ല. അപ്പോൾ ഓക്കെ, ഒരിക്കൽ കൂടി നമ്മളുടെ ചാനൽ ഈ ഒരു വീഡിയോയിലേക്ക്, പെറ്റ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, കണ്ടാലോ? എന്താണ് പറയുള്ളത്? കണ്ടിറങ്ങാണോ? ഇതൊക്കെ കണ്ടിറങ്ങുന്ന ആളുകളാട്ടാ. ഇവിടെ കേറാൻ ഇതൊക്കെ കണ്ടിറങ്ങിയവരാണോ? കേറാൻ നിൽക്കുകയാണോ? അതാ പറഞ്ഞോ, എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ നമ്മൾ കയറാൻ നിൽക്കുമ്പോ തന്നെ ആളുകളുടെ അടിപൊളി അഭിപ്രായങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഉള്ളിലേക്ക് കയറിയിട്ട് ഓരോ കാര്യങ്ങളും നേരിട്ട് കാണാം കേട്ടോ.
അപ്പോൾ നമ്മൾ പിന്നെ പെറ്റ് സ്റ്റേഷനിലെ വീഡിയോ ഒക്കെ എടുത്ത് ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അവിടുത്തെ തിരക്ക് കാരണം നമുക്ക് ഓരോന്നും വിശദമായിട്ട് എടുത്ത് പറഞ്ഞു തരാൻ അവർക്കും ജാബിർക്കാക്കും അതുപോലെ തന്നെ എനിക്കും സാധിച്ചിട്ടില്ല. എന്തായാലും ഇനിയൊരു ദിവസം നമ്മൾ ഓഫ് ഞായറാഴ്ച അല്ലാത്തൊരു ദിവസം വന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ ഇങ്ങേ പുറത്ത് കടലാണ് കേട്ടോ. മാട്ടൂൾ സെൻട്രൽ ബീച്ചാണ് കേട്ടോ ഈ കാണുന്നത്. നല്ലൊരു ആംബിയൻസ് കൂടിയാണ് ഇവിടെ ഉള്ളത്.
അപ്പോൾ ഞങ്ങൾ വലിയൊരു തിരക്കാവുന്നതിൻ്റെ മുന്നേ തന്നെ അവിടുന്ന് പോരുകയാണ്. ഇതൊക്കെ അങ്ങോട്ടുള്ള വണ്ടിയാട്ടോ, നല്ല തിരക്കാണ്. ഇത് മാട്ടൂൾ സെൻട്രൽ ബീച്ച് റോഡാണ്. അപ്പോൾ ഈ ഒരു സ്ഥാപനം വരുന്നത് കണ്ണൂർ പയങ്ങാടി മാട്ടൂൾ സെൻട്രൽ ബീച്ചിലാണ് ഈ ഒരു പെറ്റ് സ്റ്റേഷൻ വരുന്നത്. എന്തായാലും അതിൻ്റെ ഒരു ലൊക്കേഷൻ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ ഒരു ലൊക്കേഷൻ ഉപയോഗപ്പെടുത്തി, മാപ്പ് ഉപയോഗപ്പെടുത്തി വരാൻ ശ്രമിക്കുക. ഞാൻ റൂട്ട് ഓരോന്നും വ്യക്തമായിട്ട് പറയുന്നില്ല, കാരണം പല ഭാഗത്തുനിന്ന് വരുന്നത് എങ്ങനെയെന്ന് പറയാൻ എനിക്കും അറിയില്ല, അത് തന്നെയാണ് സത്യം. ഏതായാലും ഞാൻ മാപ്പ് ഉൾപ്പെടുത്തുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അങ്ങനെ ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അടുത്ത ലൊക്കേഷനാണ് ചൂട്ടാട് ബീച്ച്. ചൂട്ടാട് ബീച്ച് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പയങ്ങാടിയിൽ നിന്ന് 5 കിലോമീറ്ററാണ് ചൂട്ടാട് ബീച്ചിലേക്കുള്ളത്. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യമുണ്ട്. നമ്മൾ പാർക്ക് ചെയ്ത ഏരിയയാണ് കേട്ടോ ഇപ്പോൾ അക്കരയായിട്ട് കാണുന്നത്. ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ 25 രൂപയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു ബീച്ച് കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് കയറുന്നത്. ഏതായാലും കയറി ഉടനെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ തരം റൈഡുകളാണ്. കാര്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് കുട്ടികളെ തന്നെയാണ്, കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പാർക്കിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ അങ്ങോട്ട് ഒരുപാട് നടന്നു പോകാനുണ്ട്. ഈ ബീച്ചിലെ ഈ ഒരു സംവിധാനം വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. 2 സൈഡിലും മരങ്ങൾ, അതിൻ്റെ നടുവിൽ ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു വഴി, ഒരു പ്രത്യേക അനുഭൂതി തന്നെയായിരുന്നു ആ മരങ്ങൾക്കിടയിലൂടെയുള്ള നടത്തം ബീച്ചിൽ. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ. സ്പീഡ് ബോട്ട്, പെഡൽ ബോട്ട്, കയാക്കിംഗ്, അതുപോലെ മറ്റ് ബൗൺസിങ് റൈഡുകൾ, അങ്ങനെ ഒരുപാട് തരം റൈഡുകളും ഇതിനോടനുബന്ധിച്ച് അവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ എന്തായാലും ഐസ്ക്രീം പോലെയുള്ള ഇതുപോലെയുള്ള കൗണ്ടറുകൾ എന്തായാലും ഉണ്ടാവുമല്ലോ, അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. അപ്പോൾ അതിന് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ പൊരികളും കടികളും ഐസ്ക്രീമും പല ഐറ്റം സാധനങ്ങളും ഉണ്ട്. അതോടൊപ്പം ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ബോട്ടിങ്, സ്പീഡ് ബോട്ടിങ്ങും അതുപോലെ തന്നെ പെഡൽ ബോട്ടിങ്, കയാക്കിങ്ങിനൊക്കെ പറ്റിയ ഏരിയയാണ്. ഈ ഒരു വെള്ളക്കെട്ട് കണ്ടില്ല, ഇതിൻ്റെ പുറത്താണ് കടൽ വരുന്നത്. അപ്പോൾ ഇത് ഇവിടെ തിരമാലയോ അതിൻ്റെ ശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. ഈ പറഞ്ഞ പോലെ ബോട്ടിങ്ങിനൊക്കെ പറ്റിയ ഒരു ഏരിയയാണ്. ഞങ്ങൾ ബോട്ടിങ്ങിനൊന്നും കയറുന്നില്ല, ഞങ്ങൾ തിരിച്ച് ബീച്ചിലേക്ക് തന്നെ പോവാണ്. തിരിച്ച് നമ്മളിത് അതിൻ്റെ സെൻട്രൽ ഭാഗത്തെത്തി. സെൻട്രൽ ഭാഗത്ത് കാര്യമായിട്ട് കച്ചവടങ്ങളാണുള്ളത്. അങ്ങനെ അവിടുന്ന് ഇതാ ഒരു വഴി കാണാൻ പറ്റും. ആ വഴി നേരെ ഒരു വലിയ കവാടത്തിലേക്കാണ് എത്തുന്നത്. ബീച്ചിലേക്ക് തുറന്നു വെച്ച വലിയൊരു കവാടം. അപ്പോൾ നമ്മളിതാ അങ്ങനെ ആ ഒരു ബീച്ചിലേക്ക്, മണലിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇൻ്റർലോക്ക് ഇട്ട ഈ ഒരു ഏരിയ ഇവിടെ തീരുകയാണ്. കണ്ടോ, കവാടം കണ്ടല്ലോ. ഇവിടുന്ന് നമ്മളിങ്ങനെ കടലിലേക്ക് നോക്കുമ്പോൾ സാധാരണ നമ്മൾ കടൽ മാത്രമാണല്ലോ കാണുക. ഇവിടെ അതല്ല, ഇവിടെ ഒരു സൈഡിൽ നമുക്ക് മല കാണാൻ പറ്റും. കണ്ടോ, മല മാത്രമല്ല, ഈ ഒരു ബീച്ച് ഏരിയ ഒരുപാട് വൈഡായിട്ട് കിടക്കുകയാണ്. മാത്രമല്ല അതിൽ ഇതുപോലെ വെള്ളക്കെട്ടുകളും അതിലൊരുപാട് മരങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ആംബിയൻസ് തന്നെയാണ് ഈ ഒരു ചൂട്ടാട് ബീച്ചിലുള്ളത് കേട്ടോ. ഏഴിമലക്ക് അഭിമുഖമായി നിൽക്കുന്ന ഈ ഒരു ചൂട്ടാട് ബീച്ചിൻ്റെ എല്ലാ സൗന്ദര്യവും ആസ്വദിച്ച് ഞങ്ങൾ മടങ്ങുകയാണ്.
കണ്ണൂർ പയങ്ങാടിയിൽ നിന്ന് 5 കിലോമീറ്ററാണ് ചൂട്ടാട് ബീച്ചിലേക്കുള്ളത്. ഇങ്ങോട്ടുള്ള റൂട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട്. വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ ഒരു ലിങ്ക് ഉപയോഗപ്പെടുത്തി, ആ മാപ്പ് ഉപയോഗപ്പെടുത്തി വരാൻ ശ്രമിക്കുക. കണ്ണൂർ ജില്ലയിലെ പയങ്ങാടിക്കടുത്തുള്ള ചൂട്ടാട് ബീച്ചും അതുപോലെ തന്നെ മാട്ടൂൾ സെൻട്രൽ ബീച്ചിലുള്ള പെറ്റ് സ്റ്റേഷനും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളെൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ അതല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.